ഹായ് കേരറ്റ് ജയന്ത്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേഡറ്റ്സ്, നിങ്ങളും എസ് എസ് സിയിൽ ഏതെങ്കിലും എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എസ് സിയുടെ എക്സാം പാറ്റേണിനകത്തും അതേപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സിലും ഒത്തിരി മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അതിൻ്റെ അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എസ് എസ് സി ജി ഡിക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും സി ജി എൽ ആണെങ്കിലും സി എച്ച് എസ് എൽ ആണെങ്കിലും എം ഡി എസ് ആണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ കണ്ടിരിക്കണം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. പ്രസ് റിലീസിൽ കൂടിയാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. രാജ്യസഭയിലെ റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് പിന്നീട് പ്രസ് റിലീസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കൂടി നമുക്ക് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആ ഒരു പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ ടോപ്പിക്കായിട്ടായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എസ് എസ് സി റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും പറയാൻ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ഡിഫൻസ് ജോബാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക കേട്ടോ കുട്ടികളെ. നിങ്ങൾ എസ് എസ് സി ജി ഡിക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും മറ്റേതെങ്കിലും പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുന്ന കേഡറ്റ് ആണെങ്കിലും തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, ഇതാണ് ആ ഒരു പ്രസ് റിലീസ്. ഈ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും പോയിൻ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. DOPT മിനിസ്റ്ററാണ് ഈ ഒരു അപ്ഡേറ്റ് രാജ്യസഭയിൽ പറഞ്ഞത്. അതായത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകിയത് DOPT മിനിസ്റ്ററാണ്, രാജ്യസഭയിലാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകിയത്. അതാണ് പിന്നീട് പ്രസ് റിലീസിൽ കൂടി ഔട്ടായിരിക്കുന്നത്. ഇതിനകത്ത് ഓരോ അപ്ഡേറ്റഡ് കാര്യങ്ങളും നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന 6 ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുകയാണെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് സൈക്കിൾ, എക്സാം സ്ട്രക്ചർ, എക്സാം മോഡ്, ഡോക്യുമെൻറ്റ്സ്, വേക്കൻസീസ്, ട്രാൻസ്പെറൻസി, ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു അപ്ഡേറ്റിനകത്ത് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചിനാണ് വരാൻ പോകുന്നത്. അതായത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് നൗ ഫാസ്റ്റർ ദാൻ ബിഫോർ. അതായത് ഇനി മുതൽ നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് സൈക്കിൾ കുറയുന്നതായിരിക്കും. ഈ റിക്രൂട്ട്മെൻറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? അതേ സെയിം കാര്യം തന്നെ നിങ്ങൾക്ക് മലയാളത്തിലും ഇവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഏതെങ്കിലുമൊക്കെ റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ അത് SSC GD ആണെങ്കിലും MDS ആണെങ്കിലും മറ്റേതെങ്കിലും ആണെങ്കിൽ തന്നെ മാസങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ട്. 15 അല്ലെങ്കിൽ 18 മാസം എടുക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഈ റിക്രൂട്ട്മെൻറ്റ് സൈക്കിളിൽ തന്നെ ഈ 15 അല്ലെങ്കിൽ 18 മാസത്തിൽ നിന്ന് കുറച്ച് 6 to 8 മന്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു കാര്യമാണ് സ്റ്റെപ്പ് 1 അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് സൈക്കിൾ, ഈ റിക്രൂട്ട്മെൻറ്റ് സൈക്കിൾ എന്താണ്? റിക്രൂട്ട്മെൻറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സാം മുതൽ അതിനുശേഷം നിങ്ങൾ എക്സാം റിസൾട്ട് വരും. റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ടൈം, ആ ഒരു ടൈം വരെയുള്ള ഒരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, അതാണ് കുറയ്ക്കാൻ പോകുന്നത്. ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എത്ര മാസത്തിനുള്ളിലാണ്? 15 അല്ലെങ്കിൽ 18 മാസം വരെ എടുക്കുന്നുണ്ട്. അതും ചില പോസ്റ്റിലേക്കാണ്. എല്ലാ പോസ്റ്റിലും ഇതാണെങ്കിൽ 15 അല്ലെങ്കിൽ 18 മാസം എടുക്കുന്നില്ല. അപ്പോൾ അത്രയും മാസം വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ ആ റിക്രൂട്ട്മെൻറ്റ് സൈക്കിൾ കുറച്ചിട്ട് എത്ര മാസം വരെ ആക്കാനുള്ള പ്ലാനിങ് ആണ്? 6 to 8 മന്തിനുള്ളിൽ നിങ്ങൾക്ക് ഇനി മുതൽ അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. എക്സാം മുതൽ പിന്നെ റിസൾട്ട് പിന്നെ അതിനുശേഷം അപ്പോയിൻമെൻറ്റ് വരെയുള്ള ആ ഒരു ഡ്യൂറേഷൻ വെച്ചിട്ടാണ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ചേഞ്ച്മെൻറ്റ് ഇനി വരാൻ പോകുന്നത്. സോ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്മെൻ്റ് ആണ് എക്സാമിനേഷൻ ടയേഴ്സ് ആൻഡ് സ്റ്റേജ് റിഡ്യൂസ്ഡ്. നോക്കൂ കുട്ടികളെ, പല എക്സാമും ചില എക്സാമിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിളായിട്ട് SSC CGL എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്. അപ്പോൾ എത്ര സ്റ്റേജസ് ആയിട്ടാണോ എക്സാം നടത്തുന്നത് അതിനനുസരിച്ച് ആ റിക്രൂട്ട്മെൻറ്റ് സൈക്കിളും കൂടുന്നതായിരിക്കും. അപ്പോൾ ഇനി മുതൽ SSC എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ എക്സാമിൻ്റെ ടയേഴ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ സ്റ്റേജസ് കുറയ്ക്കുന്നതായിരിക്കും. അതിൻ്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ എക്സാം ടയേഴ്സ് തന്നെ ഒരു സ്റ്റേജസ് ആണ്. ആ സ്റ്റേജസ് കുറയ്ക്കുന്നതായിരിക്കും. ചില പോസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ 2 എക്സാം ഉണ്ട്. അപ്പോൾ ഇനി മുതൽ എന്താണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? ഒരു എക്സാം കുറച്ചിട്ട് ആ ഒരു ഒറ്റ എക്സാമിൽ വെച്ച് തന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് സെറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് എന്താണ്? റിക്രൂട്ട്മെൻറ്റ് സൈക്കിൾ കുറയുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഒത്തിരി കുട്ടികൾക്ക് എക്സാം മുതൽ അപ്പോയിൻമെൻറ്റ് ടൈം വരെ എന്താണ് 6 to 8 മന്തിനുള്ളിൽ അവർക്ക് അവരുടെ ജോലി ലഭിക്കുന്നതായിരിക്കും. ആ ഒരു കാര്യം കൂടി ഇനി SSC ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എല്ലാ എക്സാമിനും അങ്ങനെ വരത്തില്ല. അതും നിങ്ങൾ ഏത് പോസ്റ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്, ആ പോസ്റ്റ് ഏതാണ് അതനുസരിച്ചിരിക്കും. SSC MDS ആണോ, SSC GD ആണോ, 10th ലെവൽ, പിന്നെ CHSL ആണോ, +2 ലെവൽ, പിന്നെ CGL ആണോ, അത് ഗ്രാജുവേഷൻ ലെവൽ. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ടയറിംഗ് സിസ്റ്റം അവർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ആ ഒരു ടയറിംഗ് സിസ്റ്റം കുറയ്ക്കുന്നതായിരിക്കും. അതനുസരിച്ച് റിക്രൂട്ട്മെൻറ്റ് സൈക്കിൾ കുറയുന്നതായിരിക്കും. അതനുസരിച്ച് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി മുതൽ ഈ ഒരു അപ്ഡേറ്റ് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ചേഞ്ച്മെൻറ്റും എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എക്സാം സ്റ്റേജസ് എന്താണ്? കുറയാനുള്ള സാധ്യതയുണ്ട്.
ഇനി ഇവിടെ എക്സാം സ്റ്റേജസ് ആണ് പറയുന്നത് കേട്ടോ. എക്സാം അതായത് ചില പോസ്റ്റിലേക്ക് 2 എക്സാം ഉണ്ട്. അപ്പോൾ ഒരു എക്സാം കുറച്ചിട്ട് ഒരൊറ്റ എക്സാമിൽ വെച്ച് തന്നെ ലിസ്റ്റ് അവർ സെറ്റ് ചെയ്യും. സോ തേർഡാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ഒന്നും തന്നെ എക്സ്ട്രാ പറഞ്ഞിട്ടില്ല. കാരണം ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഇത്ര മാത്രമാണ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് വളരെ ക്ലിയർ ആയിട്ട് നടത്തുന്നതായിരിക്കും. ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, പ്രോപ്പറായിട്ട് വരും, എല്ലാ കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ കുട്ടികളെ. ക്ലിയർ? SSC പരീക്ഷകളെല്ലാം എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും നടത്തുന്നത്. സോ അതനുസരിച്ച് എല്ലാ ഉത്തരങ്ങളുടെ മൂല്യനിർണ്ണയവും പിന്നെ ഫലപ്രഖ്യാപനവും വേഗത്തിൽ നടത്താൻ സാധിക്കുന്നു. ഈ ഓരോ അപ്ഡേറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓഫ്ലൈനിൽ ഏതെങ്കിലും എക്സാം കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് കൂടുതൽ സമയമെടുക്കും. പക്ഷേ CBT എക്സാം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പേപ്പർ വാല്യുവേഷനും ബാക്കി കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ സമയമെടുക്കും. എന്നാൽ CBT എക്സാം ആണെന്നുണ്ടെങ്കിലോ അതിൻ്റെ ഫലപ്രഖ്യാപനവും മൂല്യനിർണ്ണയവും എല്ലാം എന്താണ് പെട്ടെന്ന് നടത്താൻ പറ്റും. റിസൾട്ടും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി മുതൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനൊക്കെ എന്താണ് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ നടത്തും എന്നാണ് SSC അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ആണ് സെക്യൂർ ഡോസിയർ സിസ്റ്റം. എന്താണ് കുട്ടികളെ ഈ സെക്യൂർ ഡോസിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? അതായത് ഇവിടെ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എങ്ങനെയാണ് SSC ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നത്? ആദ്യം SSC ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്തും. അതിനുശേഷം ഏത് പോസ്റ്റിലാണ് ആ ഒരു കേഡറ്റിന് ജോലി കിട്ടുന്നത്, പിന്നെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആണ്, ലോങ് പ്രോസസ്സാണ്. ആദ്യം ഒരാൾ ചെക്ക് ചെയ്യുന്നു, പിന്നെ വേറൊരാൾ ചെക്ക് ചെയ്യുന്നു, ലോങ് പ്രോസസ്സാണ്. അതിനുവേണ്ടി ഒരു എക്സ്ട്രാ സിസ്റ്റം ഇനി മുതൽ SSC സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനാണ് ഈ ഡോസിയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഡോസിയർ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി ഡിജിറ്റലി അവിടെ സേവ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി ഓരോ കേഡറ്റിനും എന്താണ് ഇനി മുതൽ ഒരു ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ലിങ്കിൽ ആ ഇൻഡിവിജ്വൽ കേഡറ്റ് തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എന്താണ് അപ്ലോഡ് ചെയ്യും. അതനുസരിച്ചുള്ള ബെനിഫിറ്റ് എന്താണ്? SSCയും ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യും. അതിനുശേഷം ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ആ ഒരു കുട്ടിക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ 2 3 അല്ലെങ്കിൽ 4 പേർക്ക് ഈസി ആയിട്ട് തന്നെ ഒരുമിച്ച് ചെക്ക് ചെയ്യാനും പറ്റും ഈ ഒരു സിസ്റ്റം മുഖേന. മനസ്സിലായി നിങ്ങൾക്ക്? അതിനെയാണ് ഈ പറയുന്ന ഡോസിയർ സിസ്റ്റം എന്ന് പറയുന്നത്. അതുമൂലം മറ്റൊരു ബെനിഫിറ്റ് എന്താണ്? ഡോക്യുമെൻ്റ് എല്ലാം സേഫായിട്ട് ആ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ കാണുകയും ചെയ്യും. ക്ലിയർ? അപ്പോൾ എന്താണെന്ന് ഈ ഡോസിയർ സിസ്റ്റം എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സേഫായിട്ട് ഡിജിറ്റലി അവിടെ സേവ് ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ച് ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരേ സമയത്ത് തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ? സോ അപ്പോൾ നമ്മുടെ 4th പോയിൻറ്റും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ആണ് സ്ലൈഡിംഗ് മെക്കാനിസം ഫ്രെയിംവർക്ക്. ഇതും ഇനി മുതൽ അങ്ങോട്ട് വരാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ആൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതായിരുന്നു. ഈ സ്ലൈഡിംഗ് മെക്കാനിസം ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? അതായത് വെയിറ്റിംഗ് ലിസ്റ്റ്. സിമ്പിളായി പറഞ്ഞാൽ ഇനി മുതൽ വെയിറ്റിംഗ് ലിസ്റ്റ് വരുന്നതായിരിക്കും. എങ്ങനെയാണ് ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് വരാൻ പോകുന്നത്? അതായത് നോക്കൂ കുട്ടികളെ, ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇപ്പോൾ SSCGDക്ക് കിട്ടി, 10th ലെവലുള്ള എക്സാമാണ്. അതേസമയം ആ ഒരു കേഡറ്റ് വേറെ ഏതെങ്കിലും എക്സാമിനും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേഡറ്റ് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ആ ഒരു കേഡറ്റിൻ്റെ കാര്യം നമ്മൾക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 10th ലെവൽ SSCGD എക്സാം എഴുതി, അതേസമയം ആ ഒരു കേഡറ്റ് CHS അല്ലെങ്കിൽ CGLൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേഡറ്റിന് ജോലി കിട്ടിയത് CHSLലാണ്. അപ്പോൾ ആ ഒരു കേഡറ്റ് ഈ SSCGD ജോലിക്ക് പോകുമോ? പോകത്തില്ല. അവൻ ആ ഒരു ഹൈ പോസ്റ്റുള്ള ആ ഒരു ജോലിക്ക് പോകും. അത് മുഖേന അവിടെ സീറ്റ് കാലിയായിട്ട് കിടക്കും. അപ്പോൾ അതിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഫ്രെയിംവർക്ക് വരാൻ പോകുന്നത്, അതായത് സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇതുമൂലം ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു കേഡറ്റിന്, അതായത് ആ ജോലി കിട്ടിയ കേഡറ്റിന് ആ ഒരു ജോലിയിലേക്ക് പോകാനും പറ്റും. പിന്നെ ആ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, മുമ്പ് അനുവദിച്ച തസ്തികയിലേക്ക് അടുത്ത അർഹനായ ഉദ്യോഗാർത്ഥി എന്താണ് തിരഞ്ഞെടുക്കാനും പറ്റും. ക്ലിയർ ആയല്ലോ? സ്ലൈഡിംഗ് മെക്കാനിസം മുഖേന ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതും വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതും എല്ലാ പോസ്റ്റിലേക്കും വളരെ ക്ലിയർ ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങോട്ട് അറിയിക്കുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നികത്തപ്പെടാതെ ശേഷിക്കുന്ന ഒഴിവുകൾ അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റിവെക്കും. ഈ ഒരു അപ്ഡേറ്റ് കൂടി പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ വേക്കൻസി ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ലായിരിക്കും, എന്നാൽ ആ പെൻഡിങ് കിടക്കുന്ന വേക്കൻസി നെക്സ്റ്റ് നോട്ടിഫിക്കേഷനകത്തുകൂടി അവർ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് എങ്ങനെയാണ് ആ ഫ്രെയിംവർക്ക് SSC സെറ്റ് ചെയ്യുന്നത്, സ്ലൈഡിംഗ് മെക്കാനിസം എങ്ങനെ ഓപ്പൺ ആക്കും, എങ്ങനെ സെറ്റ് ചെയ്യും എന്നീ കാര്യങ്ങളുടെ അപ്ഡേറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഉടനെ തന്നെ SSC അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇനി മുതൽ നിങ്ങൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് കൂടി വരുന്നതായിരിക്കും SSCGD ആണെങ്കിലും. ഇനി നമുക്ക് ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കാം. നോക്കൂ കുട്ടികളെ, ആൻസർ കീ റിസൾട്ട് ഇൻഹാൻസ്ഡ് ട്രാൻസ്പെറൻസി ഇതും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ടെൻറ്ററ്റീവ് ആൻസർ കീ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ ഒബ്ജക്ഷൻ ചെയ്യുമ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അടയ്ക്കേണ്ട ആ ഒരു ഫീസ് ഉണ്ടല്ലോ, അതും ഇനി മുതൽ കുറയ്ക്കുന്നതായിരിക്കും.
ഇതുവരെ നമ്മൾക്ക് ഒബ്ജക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 50 രൂപ അല്ലെങ്കിൽ 100 രൂപ ഫീസ് അടയ്ക്കണമായിരുന്നു. അതിനെക്കുറിച്ചും ഇനി മുതൽ SSC പ്ലാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് കുറയ്ക്കണോ അതോ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണോ എന്നതിനെക്കുറിച്ചും ഇനി മുതൽ SSC ചെയ്യുന്നതായിരിക്കും കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സ്. പിന്നെ അതോടൊപ്പം ഇനി മുതൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീ, പിന്നെ മാർക്ക്, റിസൾട്ട് എന്നീ കാര്യങ്ങൾ കൂടി ഓൺലൈനിൽ കൂടി അറിയാൻ പറ്റുന്നതായിരിക്കും. ഇത്രയും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുകളാണ് പ്രസ് റിലീസിൽ കൂടി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളും SSCയുടെ ഏതെങ്കിലും ഒരു എക്സാമിന് നടക്കുന്ന കേഡറ്റുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ കുട്ടികളെ. ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. SSCക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളിലും തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് എത്തിയിരിക്കണം. നമ്മുടെ കേരളത്തിൽ നിന്നും കൂടുതലും കുട്ടികളും തയ്യാറെടുക്കുന്ന SSC GD എന്നൊരു എക്സാമിനാണ്. അവിടെയും ഇനി മുതൽ വലിയ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്. സെക്ഷണൽ ടൈമർ പോലെയുള്ള അപ്ഡേറ്റും വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ കുട്ടികളെ. 2026-27 SSC GDക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ആ ക്ലാസ്സുകൾ കയറി കാണാവുന്നതാണ്. 100+ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതാണ്. ക്ലാസ്സുകൾ മലയാളത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. റിവിഷൻ ക്ലാസ്സിന് ഡെയിലി പ്രാക്ടീസ് പേപ്പർ, സ്റ്റഡി മെറ്റീരിയൽ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്ലാസ്സുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ബാച്ചാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം രണ്ടാമത്തെ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതാണ്. ആദ്യത്തെ ബാച്ചിൽ നിങ്ങൾ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ബാച്ച് പഠിച്ച് കംപ്ലീറ്റ് ആയാൽ ഉടനെ തന്നെ രണ്ടാമത്തെ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു ബാച്ചിൻ്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് ഒരൊറ്റ ഫീസിൽ തന്നെ നിങ്ങൾക്ക് 2 ബാച്ചിൻ്റെ ഫുൾ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. പരമാവധി ജോയിൻ ചെയ്യുക. നിങ്ങളും SSC GD തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ചാൻസ് ഒരിക്കലും മിസ്സാക്കരുത്. ഈ തവണ വേക്കൻസിയുടെ അപ്ഡേറ്റഡ് കാര്യങ്ങളെല്ലാം ഒത്തിരിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് പരമാവധി എല്ലാവരും തയ്യാറെടുക്കുക. 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ജോബാണ് പാരാമിലിറ്ററി എന്ന് പറയുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ കുട്ടികളെ. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ ആനന്ദ് ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് കോളിംഗ് നമ്പർ, ഇതാണ് വാട്സപ്പ് നമ്പർ. നിങ്ങൾ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. ആനന്ദ് ഡിഫൻസ് അക്കാഡമി എന്ന് ടാപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യുക. ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.